ഓ ഹലോ ആ ആ പിന്നെ എനക്ക് എന്നെങ്കിലും സംഭവിച്ചു പോനാല് കേട്ടിയാ ആ പിന്നെ സുഖമായിട്ട് ചെയ്തിട്ട് ഒരു സഹായത്ത് അഭ്യർത്ഥിച്ചിരിക്കുന്നു. കാര്യം എന്നെ അവൻ ചതിച്ചാൻ അവൻ ചതിച്ചാൻ. അപ്പൊ അത് നീ മാത്രം അറിഞ്ഞിരിക്കാം, വേറെ ആരുടെയും ഞാൻ ഇത് ചൊല്ലിയിട്ടില്ല. ഒരട്ടെ മാത്രം ഞാൻ ഇത് ചൊല്ലി. ചെവിന് അപ്പനിത് അറിയപ്പാട്, ആരിത് അറിയപ്പാട്. അവൻ തന്ത്രപരമായിട്ട് എന്നെ ചതിച്ചാൻ. ഇത് മാത്രം നീ അറിഞ്ഞിരിക്കും. പക്ഷെ എനക്ക് എന്നെയും സംഭവിച്ചു പോനാലും ഇപ്പോഴെങ്കിലും എനക്ക് സംഭവിച്ച ഞാനിപ്പോ ഒരു ഭ്രാന്തിയെ പോലെ നടക്കുകയാണ്. എനക്ക് എന്നെങ്കിലും സംഭവിച്ച വേറെ ആരുടെയും ഇത് സഹായം അഭ്യർത്ഥിച്ച് പോകരുത്. എനക്ക് വേണ്ടി അവന്റെ സഹായങ്ങൾ വേണ്ട എനിക്ക്. അതുകൊണ്ട് നീ അറിഞ്ഞിരിക്കണം, അവൻ എന്നെ തന്ത്രപരമായിട്ട് ചതിച്ചാൻ. എന്താ അവൻ എന്നെ ചതിച്ചാൻ. വീട് കയറി വന്ന് ചതിച്ചാൻ. ഇത് ആരും അറിയപ്പാടില്ല. ആര് വീട്ടില്? എനക്ക് വീട്ടില് വീട് കയറിയാൽ അവൻ വന്നു, കടയിലേയും വന്നു. അവൻ എന്നെ ചതിച്ചവനായിട്ട്. അപ്പൊ അതുകൊണ്ട് നീ ഇത് അറിഞ്ഞിരിക്കണം, വേറെ ആരും ഇത് അറിയപ്പാടില്ല. ഒരാളെങ്കിൽ അറിഞ്ഞിരിക്കണ്ടെന്നോ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇത് ചിന്നത്. ഇതിനെ അപ്പനെ പോലും അറിയപ്പാട്. അറിഞ്ഞത് ഇവനെ പരസ്യമായിട്ട് പറ്റും. അതുകൊണ്ട് പിന്നെ ഞാൻ അപ്പടിയേ നടക്കും, ഇതില്ലാതെ അപ്പടിയേ നടക്കിയതാ. അതുകൊണ്ട് എനക്കെന്നെ വന്നു പോനാലും എനക്കെന്നെ സംഭവിച്ചു പോനാലും വേറെ ആരുടെയും സഹായങ്ങൾക്ക് കുതിര കറുത്ത പോകരുത്. അതൊക്കെ അപ്പടിയൊന്നും ചിന്തിക്കാൻ, ഇതൊക്കെ എന്നെല്ലാം കാര്യം ചുമ്മാ അപ്പടി വേറെ രീതിയിലൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ. കടയിലിരിക്കാൻ പറ്റിയില്ല, ഹാർട്ട് എല്ലാം വല്ലാത്ത ടെൻഷൻ. അവൻ ചതിയനാണ്, ഭയങ്കര ചതിയാണ്. ചിത്രധാരൻ ഞാൻ വിചാരിച്ച MLA സ്ഥാനം തറയില്ല. പക്ഷെ ആർക്കും ചെല്ലാതെ ഇത്രയും നടക്കും. അത് എന്നിട്ട് മാത്രം ഞാൻ ചെന്നത് അവൻ ചതിച്ച കാര്യം.